നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ഓണമെടുക്കുമ്പോൾ തൃക്കാക്കര വാമനമൂർത്തി ഓർക്കാത്തവർ ആരുമില്ല. ആ ക്ഷേത്രത്തെക്കുറിച്ച് നന്നായിട്ട് എല്ലാവർക്കും അറിയാം. നമ്മൾ ആഘോഷത്തിലെല്ലാം വാമനമൂർത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ 10 അവതാരങ്ങളും ഓരോരോ ലക്ഷ്യപ്രാപ്തിക്കാണെന്നും അറിയാം. എന്നാലും നമുക്കതൊന്ന് ഓർമ്മിക്കാം. മത്സ്യ അവതാരം, മത്സ്യം എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു മത്സ്യാവതാരം എന്നറിയാം. വേദങ്ങൾ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോയപ്പോൾ അത് കഴിച്ച മത്സ്യമായി മാറി. അപ്പോൾ ആ മത്സ്യത്തെ പേടിക്കുവാനായിട്ട് ഭഗവാൻ മത്സ്യ അവതാരം രൂപം കൊണ്ടു. രണ്ടാമത് കൂർമ്മം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴാണ് കൂർമാവതാരം ഉണ്ടായത്. ദുർവാസാവിൻ്റെ ശാപത്താൽ മഹാലക്ഷ്മി ഇറങ്ങിപ്പോവുകയും അങ്ങനെ എല്ലാം നഷ്ടമായപ്പോൾ പാലാഴി കടഞ്ഞുകൊണ്ട് പാലാഴിയിൽ നിന്ന് നമുക്ക് ആ പാലാഴി കടയാനായി തീരുമാനിച്ചു. അങ്ങനെ സർവ്വ ഐശ്വര്യങ്ങളും നശിച്ചു കഴിഞ്ഞപ്പോൾ പാലാഴി കടയാൻ തീരുമാനിച്ചു. അപ്പോൾ സുമേരുപർവ്വതത്തെ കടകോലായും വാസുകിയെ പാശമായും വെച്ചാണ് നമുക്ക് പാലാഴി കടയാൻ തീരുമാനിച്ചത്. അപ്പം ആ മന്ദരപർവ്വതത്തിന് ഇരിക്കാൻ വേണ്ട ഒരു ഇരിക്കാനുള്ള ഒരു സ്ഥാനമായിട്ട് അതിനെ ഇരുത്തിക്കൊണ്ട് വേണമല്ലോ കടയാൻ. അപ്പം അതിനുള്ള ഇരിപ്പിടമായിട്ടാണ് ഭഗവാൻ കൂർമ്മ അവതാരം എടുത്തത്. മത്സ്യ കൂർമ്മ. പിന്നെ നമുക്കറിയാം വരാഹ അവതാരം, ഹിരണ്യകശിപിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അവർ കലി വന്നിട്ട് വെള്ളത്തിൽ ഇടുകയാണ്. ആയിട്ട് ഭൂമിയെ എടുത്ത് വെള്ളത്തിലിട്ടു ദേഷ്യം തീർക്കാനായിട്ട്. ഉടനെ തന്നെ ഭഗവാൻ വരാഹത്തിൻ്റെ രൂപത്തിൽ ജലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തൻ്റെ തെറ്റുകൊണ്ട് ഉയർത്തിയെടുത്തു എന്നാണ് വിശ്വാസം. അത് വരാഹത്തിൻ്റെ കഥ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്കറിയാം. വരാഹരൂപം കഴിഞ്ഞാൽ മത്സ്യകൂർമ്മ, വരാഹം കഴിഞ്ഞാൽ നരസിംഹം. പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലൻ്റെ അദ്ദേഹത്തെ ഭഗവാന്റെ ഭക്തിയെ ആ ബാലൻ്റെ ഭക്തി കൊണ്ട് സ്വന്തം അച്ഛൻ്റെ ശത്രുതയ്ക്ക് പാത്രമാവുകയും ആ പയ്യനെ വധിക്കുമെന്നുള്ള സാഹചര്യം വരുമ്പോൾ ഭഗവാൻ തൂണ് പിളർന്ന് പാതി സിംഹത്തിൻ്റെ രൂപവും പകുതി മനുഷ്യൻ്റെ രൂപവുമായി നരസിംഹമായി പ്രത്യക്ഷപ്പെട്ടു വന്ന ആ നരസിംഹത്തിൻ്റെ കഥയും അത് നമുക്കറിയാം. പിന്നെ മത്സ്യ കൂർമ്മ നരസിംഹ വാമനനാണ്. പിന്നെ മത്സ്യകൂർമ്മ വരാഹ നരസിംഹ വാമന രൂപം മഹാബലി ചക്രവർത്തിയുടെ ആ വാമനമൂർത്തിയായ ഭഗവാനുള്ള ക്ഷേത്രമാണ് തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രം. അവിടെ മഹാദേവൻ്റെ ക്ഷേത്രമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഈ ഭൂമി യാചിച്ചാണല്ലോ മഹാവിഷ്ണു വാമനരൂപമായി വന്ന് മഹാബലിയുടെ അടുത്തെത്തിയത്. അതുകൊണ്ട് സ്ഥല കച്ചവടങ്ങൾ നടക്കാൻ ആഗ്രഹമുള്ളവരെല്ലാവരും തൃക്കാക്കരയിലുള്ള വാമനമൂർത്തി ക്ഷേത്രത്തിലോ മറ്റ് എവിടെയെങ്കിലുമൊക്കെ വാമനമൂർത്തി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി തൃപ്പടിയിൽ പണം വച്ച് ഈ ഭൂമിയുടെ കച്ചവടം ഒന്ന് നല്ല രീതിയിൽ നടക്കണേ, ഇവിടെ ഒരു കവരവിളക്ക് സമർപ്പിച്ചേക്കാമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഭൂമിയുടെ കച്ചവടം നടക്കുമെന്നുള്ളത് ഒരു സങ്കല്പമാണ്. കാരണം ഭൂമി അളന്നാണല്ലോ വാമനമൂർത്തി ഭഗവാനെ, അതായത് മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു വിട്ടത്. അതിൻ്റെ ഓർമ്മയ്ക്ക് ഇപ്പോഴും നമ്മൾക്കറിയാം തൃക്കാക്കരയിലെ വാമനമൂർത്തിയുടെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ തൃപ്പടിയിലായിട്ട് പൈസ വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഉണ്ട്. അപ്പോൾ വാമനമൂർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം പരശുരാമൻ അവതരിച്ചു, ശ്രീരാമൻ അവതരിച്ചു, ബലരാമൻ അവതരിപ്പിച്ചു, പിന്നെ ശ്രീകൃഷ്ണൻ ലാസ്റ്റ് 10ാമത്തെ അവതാരമാണ് കൽക്കി അവതാരം. കലിയുഗത്തിൽ കൽക്കി അവതാരത്തോടുകൂടി ഇനിയൊരു അവതാരം വരുന്നുവോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ 10 അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമായ വാമനമൂർത്തിയുടെ ജനനത്തെയാണ് നമ്മൾ ശരിക്കും വാമന ജയന്തി ആയിട്ടാണ്
ഓണത്തെ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഓണം ആഘോഷിക്കുമ്പോൾ ഭഗവാന്റെ ദശാവതാരങ്ങളും നമ്മൾ മനസ്സിലോർക്കുന്നു. ഭഗവാന്റെ ആ വാമനമൂർത്തിയുടെ അല്ലെങ്കിൽ ദശാവതാരങ്ങളും കളഭം ചാർത്തലിലൂടെ കാണിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ഒക്കെ ഭഗവാന്റെ 10 അവതാരങ്ങളും കളഭം കൊണ്ട് ചാർത്തി നമ്മൾക്ക് ദൃശ്യമാവുന്നതാണ്. തീർച്ചയായും എല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിലോ വാമനമൂർത്തി ക്ഷേത്രത്തിലോ മറ്റ് ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഈ ദശാവതാര ചാർത്ത് കാണുന്നത് വളരെ പുണ്യമാണ്. ആ പുണ്യം അനുഭവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പേരിൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.